ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് അർബൻ ഹീറ്റ്. ഈ ഗെയിം അധികം പേർക്കൊന്നും അറിയത്തില്ലായിരിക്കും ഗൈസ്, പക്ഷേ ചിലർക്കൊക്കെ അറിയായിരിക്കും ഈ ഗെയിം എന്തുവാന്ന്. ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടീം ഡെത്ത് മാച്ചാണ് ഗൈസ്. ഇത് നമ്മൾ എനിമിയെ നോക്കി ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ട്യൂട്ടോറിയലിൽ ഞാനൊന്ന് പഠിക്കട്ടെ, കാരണം എനിക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂയിലുള്ള സംഭവം ഇച്ചിരി പാടാണ്. ഇതിന് വെടിവെക്കുമ്പോൾ ഉള്ള ആ ഒറിജിനാലിറ്റി ഒക്കെ കറക്റ്റാണ്. നമുക്ക് ഹെഡ് കറക്റ്റ് ഒന്ന് വിടുക. ഓ ഗൈസ്, നമുക്ക് വേറെ ഗണ്ണാണ്, അത് മാറ്റാനായിട്ട് നിൽക്കാം. ഓ പൊളി ഗണ്ണ് ഗൈസ്. ഇയാളെ വെടിവെച്ചിടണം. യെസ്, അവരെയും വെടിവെച്ചിട്ടുണ്ട്. ടീം ഡെത്ത് മാച്ച് അല്ലേ ടീം ഡെത്ത് മാച്ച് അല്ലേ സോറി. ഇത് ഞാൻ ഇതിൻ്റെ ഗെയിം പ്ലേ ഒക്കെ കുറേ യൂട്യൂബിലുണ്ട്. ടൈം ലിമിറ്റ് എൻ്റെ ടീമിൽ 3 പേര്. അങ്ങനെ ഡ്രാഗൺസ് നെസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ സംഭവമാണ് അത്. ഇതെന്തോ സാധനം, ഇതെന്തോ ഇതിൻ്റെ സാധനം. കളക്ട് കൊടുക്കാം. വിക്ടറിയായി. യെസ്, ഗെയിം ട്രെയിനിങ് ബാറ്റിലോ? ഇത് ട്രെയിനിങ് ആണ്, നമുക്ക് വരുന്ന ട്രെയിനിങ്. അതായത് ഈ ഗെയിം ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് എൻ്റെ ഇത് ട്രെയിനിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വഴി കാണിച്ചിട്ടുണ്ട്, നമുക്ക് ഈ വഴി കാണിച്ചേക്കുന്ന വഴി പോവാം. ഈ സ്ഥലം കണ്ടിട്ട് ചൈനയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട്. നേരെ പോവാനാണ് കാണിച്ചേക്കുന്നത്. യെസ്, ഇതേതാ സ്ഥലം? ഓ, ഇയാളെ വെടി വെക്കണം. ഓ, ഇയാൾ നമ്മളെ ടീമാണെന്ന് തോന്നുന്നത്. ആ, ഇയാൾ നമ്മളെ ടീമാണ്. അതാണ് നമ്മളെ എനിമിയാണത്. മറ്റെല്ലാവരും അല്ല, ഇതും എനിമിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അറിയായിരുന്നു. ഓ, ആ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നവരാണ് എനിമി. പിടിച്ചോടാ. ഒരു ഗണ്ണ് റോഡ് റീലോഡ് ചെയ്യട്ടെ. ഈ വെടി വെക്കുമ്പോൾ നമുക്ക് സൈഡിലൊന്നും കാണാൻ പറ്റത്തില്ല. ഇതെന്തോ വെടി വെച്ചിട്ടൊന്നും ഇവർ ചാവാത്ത. മറ്റേ തോക്ക് വെച്ചാകുമ്പോൾ എളുപ്പം ചാവുമെന്ന് എനിക്ക് തോന്നുന്നത്. യെസ്, ഓ വെടി വെച്ചിട്ടാ. യെസ്, ഞാനവിടെ ചത്തത്തിൽ വേറെ പറഞ്ഞു. എനിക്ക് ആ മുമ്പേ അങ്ങോട്ട് പോയതിനെ ഇങ്ങനെ റെഡ് കളറി മാർക്ക്. അവരെ ഓൾറെഡി കൊന്ന്. ഞാൻ വെടി വെക്കുന്നവരല്ലായിരുന്നു നമ്മളെ ടീമിൽ ഉള്ളവരാ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ അർബൻ ഹീറ്റാണ് ഗൈസ്. 1 GB എങ്ങാണ്ടാണ് ഇതിൻ്റെ സംഭവം. 1 GB കാണാനും ഉണ്ട്. ഒരുപാട് ഗ്രാഫിക്സ് ഒന്നും ഇല്ലെങ്കിലും, അല്ല ഗ്രാഫിക്സ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ഗ്രാഫിക്സ് ഉണ്ട്. നല്ല ഗ്രാഫിക്സ് കൂടുതല. പബ്ജിയുടെ കൂട്ടൊക്കെയുള്ള ഗെയിമാണ്. എന്ന് വെച്ചാൽ ബാറ്റിൽ റോയൽ ഗെയിം. ബാറ്റിൽ റോയൽ ഇല്ല ഇതിനകത്ത്. ഇത് ടീം ഡെത്ത് മാച്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നു. ടീം ഡെത്ത് മാച്ച് തന്നെ ആണ്. എൻ്റെ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് പരസ്യം കണ്ടിട്ടാണ് ഡൗൺലോഡ് ചെയ്തത്. യെസ്, പരസ്യം കണ്ടപ്പോൾ എനിക്ക് നല്ല ഗെയിമായിട്ട് തോന്നി. ഓ, നമ്മളെ ടീമിൽ 15 ടീമും എനിമി ടീമിൽ നമ്മൾ സെക്കൻഡാണ് ഗെസ് വന്നത്. നമ്മൾ വിക്ടറി ആയ ടീമിലെ സെക്കൻഡാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ വന്നതിൻ്റെ സംഭവം. ഇതെന്തുവാ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. ഇതെന്തുവാ സാധനം? ഓ, ഇത് റിവാച്ചാണ്. ഇതെന്തുവാ സാധനം എനിക്ക് മനസ്സിലായില്ല. ഗ്യാങ്റോലോ അതെന്തുവാ? ഞാൻ ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്ന ഒരാളാണ് എന്ന് എനിക്കിതൊന്നും അറിഞ്ഞില്ല. ഇത് ഫ്രീ ഫയറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ്, ഇതാണ് ടീം ഡെത്ത് മാച്ച്. ഇനിയാണ് നമ്മളെ ഒറിജിനൽ ഗെയിം തുടങ്ങാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്നാലും നമുക്ക് കളിച്ച് നോക്കാം. മക്കളെ സീൻ സ്ഥലം
ഈ സ്ഥലത്തിൻ്റെ ഒക്കെ ഇത് കണ്ടോ, അത് നമ്മളെ ടീമിലെ ആളാണെന്ന് എനിക്ക് തോന്നുന്നു. ഓ വെടിവെച്ചോടാ. നമ്മൾ റീലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എനിമിക്കൊക്കെ നമ്മളെ ഈസി ആയിട്ട് തല്ലിവിടാൻ പറ്റും. പക്ഷെ എനിക്ക് ഇതുവരെ മനസ്സിലാക്കാതെ എനിമി റീലോഡ് ചെയ്യുന്ന ഇതുവരെ കണ്ടെത്തി. അത് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളതുകൊണ്ടായിരിക്കും. നമുക്കിവിടെ വെടിവെച്ചിടണം. എന്താ ഇവർക്കൊന്നും അതായത് റീലോഡ് ചെയ്യുന്നു. ഹെഡ് ഷോട്ട്. എന്നെ കൊന്ന് ഗൈസ്. മറ്റേ ആ തലമുടി ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നവരെ എന്നെ കൊന്നെന്ന് എനിക്ക് തോന്നുന്നത്. യെസ്, വേറെ കണ്ണ്. ഇതെന്തോ സാധനം, തീയൊക്കെ വന്നേക്കുന്നത് എന്തോ സാധനം ഗൈസ്. ഇതെന്തോ സാധനം, പൊളി സ്ഥലം. ഗൈസ് വെടി വെക്കുമ്പോൾ കണ്ടോ തീ വരുന്നേ. ഇതെന്തോ സാധനം, ഇരിക്കുന്ന സാധനമൊക്കെ. നമ്മളിപ്പം ഡെഡാവും ഗൈസ്. ഹെൽത്ത് പോയി. ഗൈസ് നമ്മളെ അടിച്ചിട്ട് ഗൈസ്. എന്താണ് ഗൈസ്, ഇപ്പം നമ്മളെ വീഡിയോ ഇതുവരെ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതാണ്. ഈ ഗെയിമിൻ്റെ ലൈവ് ചെയ്യും ഞാൻ ചിലപ്പം. ഇത് സെറ്റിങ്സിൽ കയറി നമുക്ക് മറ്റു സംഭവം മാറ്റാൻ പറ്റുമോ? മറ്റേ സംഭവം ഇല്ല, എന്തുവാ ഫസ്റ്റ് വേർഷൻ തേർഡ് വേർഷൻ ആക്കാൻ ഇതിലൊന്നും കാണുന്നില്ല ഗൈസ്. അത് നമുക്ക് പിന്നെ ശരിയാക്കാം. ഞാൻ എൻ്റെ ടീമിലുള്ളവരെയൊക്കെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നു. അണ്ണാക്കി കൂടി പോയി ഗൈസ്. പിന്നെ അണ്ണാക്കി കൂടി പോയി. യെസ്, വെടിവെച്ചിട്ടു. ഞാനല്ല, വേറെ ആരും വെടിവെച്ചിട്ട്. ഇതിനകത്ത് നമ്മളെ ടീമിൽ ഒരാൾ കൂടുതൽ. നമ്മളെ ടീം വിന്നായി. പിന്നെ നമ്മളെ മറ്റേ ഗെയിമിൻ്റെ പാർട്ട് 2 ഞാൻ അതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഞാനാണ് ഗൈസ് ഫസ്റ്റ്. 196 പേരെ കൊന്നിട്ടുണ്ട്. നമ്മളെ മറ്റേ ഗെയിമിൻ്റെ മോഡ്സിൻ്റെ സംഭവമൊക്കെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ആ ഗെയിമിൽ ഞാൻ കളിച്ച് ഇത് ആക്കി വെച്ച്. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ സമയം എടുക്കും. അപ്പോൾ ഈ വീഡിയോ ആണ് നമ്മളെ സംഭവം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ വേറെ മറ്റേ ഗെയിം ഗ്രൂപ്പിലെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. പാർട്ട് 2 സംഭവം അത് ചിലപ്പോൾ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഗൈസ്. യെസ്. ഇവനല്ല ഗൈസ്. ഇവൻ തന്നെ ഇവനെ വെടിവെച്ചിട്ടുണ്ട്. യെസ്. ഗൈസ് ഈ ഗെയിം എനിക്ക് ഇച്ചിരി അധികം പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ റീലോഡ് ചെയ്യുന്ന സമയം ഒരുപാടുണ്ട്. ഫ്രീ ഫയറിലെ പോലെ റീലോഡ് ടക്കെന്ന് പറഞ്ഞ് പെട്ടെന്നൊന്നും ആവത്തില്ല. റീലോഡ് ആയാൽ ഒറിജിനാലിറ്റി കൊടുത്തിട്ടുണ്ട്. റീലോഡിനൊക്കെ ഒറിജിനാലിറ്റി കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഒരുമിച്ച് ഇവനല്ലല്ലോ, എനിക്ക് എപ്പോഴും ഇവനെന്നെ ഇവനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. എനിമി ടീമിൽ ഒരാളെ ചക്കത്തുള്ളൂ ഗൈസ്. നമ്മളെ ടീമിലാണ് ഒരുപാട് പേരുള്ളത്. അപ്പോൾ 2 പേര് ചത്തു. അതിങ്ങനെ ചാകാൻ നിൽക്കുന്നതല്ലേ. എനിക്ക് ഫുള്ള് കൺഫ്യൂഷനായി. ഇനി നമുക്ക് 1 മിനിറ്റ് കൂടി ഉള്ളു. യെസ്, എന്തായാലും വെടി വെച്ചിടാം. ഇതുമായിട്ടൊന്ന് ഇച്ചിരി ഇതായി വരണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ഗെയിം പിന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ നല്ലപോലെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. എൻ്റെ ക്യാരക്ടർ കണ്ട് ഒരു ജയിലിൽ നിന്ന് ചാടി വന്ന ഒരാളെ പോലെ ജയിൽ വരങ്ങും പിന്നെ ജയിലിലെ പാൻറ്റും ഒക്കെ ഉണ്ട്.
ഇതെന്തുവാണ് ഗീസ് സാധനം? അതെന്തോ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ വേറെ ഒരു മാച്ചിൽ കയറിയിട്ടുണ്ട് ഗീസ്. ഇതും ടീം ഡെത്ത് മാച്ചാണ് ഗീസ്. യെസ്, ഇതും ടീം ഡെത്ത് മാച്ചാണ്. ഇതുവരെ ആരും മരിച്ചിട്ടില്ല. ഇനി മരിക്കുന്ന ആൾക്കാർ കൂടുമ്പോഴാണ് നമ്മൾ ഡിഫീറ്റ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഡിഫീറ്റ് ആവണോ സെയിലാണോ എനിക്ക് അറിഞ്ഞൂടാ. ഡിഫീറ്റ് ആയിരിക്കും മിക്കവാറും. ഇങ്ങനത്തെ ബാറ്റിൽ റോയൽ ഗെയിംസിലൊക്കെ ഡിഫീറ്റ് എന്നായിരിക്കും കാണിക്കുന്നത്. ആ പിങ്ക് തലമുടിയെ നമുക്ക് ഉപയോഗിച്ചിടാം. ഇവൻ എന്നെ കൊന്നു ഗൈസ്. ഇവനല്ല പൊട്ടം സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെടിവെച്ചിടാനൊന്നും പറ്റുന്നില്ല. യെസ് ഗൈസ്, ഇത് ചൈനയെ ബേസ് ചെയ്തിറക്കിയ ഗെയിമാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു എനിമിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കൈ വെച്ചിരിക്കുന്ന കൈയുടെ പടമുള്ള സാധനമുണ്ട്. അതെന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഗെയിമിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഗൈസ്. ഈ ഗെയിമിൽ കുറവായിട്ടുള്ള ഒരു സംഭവമാണ് ഗൈസ് കത്തി എന്ന് പറയുന്ന സാധനം. അതുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കുറവായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിമിയുടെ തോക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് തന്നിട്ടുള്ള തോക്ക് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. വിക്ടറി ആയി ഗൈസ്, വിക്ടറി. അസാൾട്ട് റൈഫിലാണ് നമ്മളെ ഗണ്ണ്. ഹാൻഡ് ഗണ്ണെന്ന് വെച്ചാൽ അറിയാമല്ലോ. എന്തായിരുന്നു അതിൻ്റെ പേര്? പിസ്റ്റലാണ്. ഹാൻഡ് ഗണ്ണും പിസ്റ്റലും അല്ല. അസാൾട്ട് റൈഫിലും പിസ്റ്റലാണ് നമുക്കുള്ള വെപ്പൺസ്. പിന്നെ കൈവച്ചിരിക്കുന്ന അതിന് വെപ്പണായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ. ഓക്കെ, ഞാൻ പിന്നെ ടീം ഡെത്ത് മാച്ച് എടുത്തിട്ടുണ്ട്. ഈ ടീം തുടങ്ങാൻ സമയം എടുക്കുമല്ലേ? ഞാൻ വിചാരിച്ചാൽ അടങ്ങാൻ പറ്റുന്നില്ല. ഇത് സമയം തന്നേക്കുക. യെസ്, നമ്മൾ ഇവരുടെ പറയുക. ഇതാണ് ഗെയ്സ് ഒറിജിനൽ കളിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണോ ഗെയ്സ് ഒറിജിനൽ കളിയെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ഞാൻ പറയും. യെസ്, വിജയിച്ചിട്ടു. ഞാൻ ഡെഡായാലും നമ്മൾ റീസ്പോൺ ആയിട്ട് വരും. റീസ്പോൺ ആവാൻ സമയമൊന്നും എടുക്കത്തില്ല. ഫ്രീ ഫയറിലെ പബ്ജിയിലെ പോലെ പ്ലെയിനിൽ നിന്നൊന്നും നമ്മൾ ഇറങ്ങി വരത്തില്ല. അതാണ് എൻ്റെ ഒരു സംഭവം. ഫ്രീ ഫയറൊക്കെ ഞാൻ കളിച്ചിട്ടുള്ള ഞാൻ ഫ്രീ ഫയർ ഇപ്പം നിർത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ എല്ലാ ആപ്പും കളഞ്ഞ് ഗെയ്സ്. കാരണം എനിക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇല്ലേ, എനിക്ക് ഒരുപാട് ഇത് വേണ്ടി വരും. ഒരുപാട് GB ഒക്കെ കളയേണ്ടി വരും. കുഞ്ഞിനി ഗൈസ് പുറകീന്ന് അടിച്ചിട്ട് അതുകൊണ്ട് നമ്മളിനി ഇപ്പോഴും ഇതായിട്ടിരിക്കണം. ഗൈസ് ഈ വാതിലൊന്നും തുറക്കത്തില്ല ഗൈസ്. ഇതുവഴി പോവാ. ഫ്രീ ഫയറിലെ പോലെ കിടക്കുന്ന സംഭവം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇരിക്കുന്ന സംഭവമുണ്ട്, സ്ക്രോൾ ചെയ്യുന്ന സംഭവമുണ്ട്, പക്ഷേ കിടക്കുന്ന സംഭവമില്ല. ക്രോൾ ചെയ്യുന്നതല്ലേ കിടക്കുന്നത്. ഞാൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ ഈ ഗെയിമിൽ 100 പേരെ കൊന്നുള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റും.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരെ ഞാൻ ഇതിനകത്ത് കൊല്ലുന്ന എങ്ങനെ ഇത്രയും പെട്ടെന്ന്. ആകെ 2-3-4 മിനിറ്റേ ഉള്ളു തരുന്നുള്ളു. യെസ്, ഈ ഗെയിമിൻ്റെ ബ്ലഡ് എഫക്ട്സ് മെയിനാണ് ഗൈസ്. ജയിച്ച് അല്ല ജയിച്ചല്ല ഗൈസ്, തോറ്റ്. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? നമുക്ക് നീന്താൻ പറ്റുമോ? ഇല്ല ഗൈസ്. ഫ്രീ ഫയറിനെക്കാട്ടിലും പബ്ജിയെക്കാട്ടിലൊക്കെ മാപ്പിൻ്റെ സംഭവം കുറവാണ് ഗൈസ്. പിന്നെ വീണ് ഗൈസ് നമ്മൾ ഡിഫീറ്റായി. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, കമൻറ്റ് ചെയ്യണം. ബൈ.